നമസ്കാരം. ലോകശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തിന്റെ അഭിമാനവും വികാരവുമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭ പെരുമാളിന്റെ ദാസകുടുംബമാണ് തിരുവിതാംകൂർ രാജവംശം. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് പരവൂർ വരെ നീണ്ടുകിടക്കുന്ന തിരുവിതാംകൂർ രാജ്യത്തിന് എത്രയേറെ കഥകളുണ്ട്. പല വിദേശ ശക്തികളോടും പോരാടി വിജയം കൈവരിച്ച ആദ്യ നാട്ടുരാജ്യമെന്ന പട്ടവും വീരചരിത്രവും നാടും ധനവുമൊക്കെയും തങ്ങളുടെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച് അവിടുത്തെ ദാസന്മാരായി രാജ്യം സേവിച്ച മഹത്തായ സംസ്കാരവും പേറുന്ന തിരുവിതാംകൂർ രാജവംശം. എത്രയോ വിദേശ പ്രമുഖരും രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മുതൽ രാജ്യത്തിന്റെ രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും തുടങ്ങി നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി വരെയുള്ള VVIPകൾ അതിഥികളായി എത്തി അവരെ സ്വീകരിച്ച രാജവസതിയാണ് കവടിയാർ കൊട്ടാരം. ഇന്ന് മഹാരാജാവിന്റെ രാജകൽപ്പനകൾ മുഴങ്ങിയ കൊട്ടാരത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് തിരുവിതാംകൂറിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ അവകാശിയും കേരള കായികത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന GV രാജതിരുമേനിയുടെയും കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെയും ഇളയ മകളും ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ ഭാഗിനിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഇളയ തമ്പുരാട്ടിയെ കാണാനാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച എളിമയും സ്നേഹവും കൈമുതലാക്കിയ മഹനീയ വ്യക്തിത്വം ആദരണീയായ ഹർ ഹൈനസ് ശ്രീ പത്മനാഭ സേവിനി ഡോക്ടർ ശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമസ്കാരം. തിരക്കാണെന്നറിയാം, എന്നാൽ കൂടി എനിക്ക് ഈ സമയം തന്നതിൽ ഒരുപാട് സന്തോഷം സ്നേഹമുണ്ട്. സന്തോഷം കുട്ടി, സന്തോഷം. എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് അറിയണ്ടേ. എല്ലാവർക്കും ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് തിരുവിതാംകൂറിന്റെ മാത്രം സ്വത്തായിരുന്നല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രം. അന്നത്തെ തിരുവിതാംകൂറുകാർക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്വന്തം. പക്ഷെ ഇന്ന് അത് വിശ്വപ്രസിദ്ധിയിൽ നിൽക്കുന്നതാ. അത് പലർക്കും പല കോൺസെപ്റ്റാണ്. ഒന്ന് സമ്പത്ത്, അത് കണ്ടിട്ട് അത് അറിഞ്ഞിട്ടാണ് മിക്കവരും ഇപ്പൊ അത് കാണണം. തമ്പുരാട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ വരുന്നത്. പക്ഷെ അതിനേക്കാളും അവിടുത്തെ ഐതിഹ്യങ്ങള്, അവിടുത്തെ ഉത്സവം മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാതെ തന്നെ അവിടെ 2 ഉത്സവമാണ് വർഷത്തില്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ നരസിംഹസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിയും. ഇതേ സൗധത്തിൽ തന്നെ 2 ഉപദേവന്മാരിയ്ക്കുന്നു. പക്ഷെ നരസിംഹസ്വാമിയെ കുറിച്ചിട്ട് അവിടെ കേട്ടിട്ടുള്ളത് സ്വാമി പ്രത്യക്ഷത്തിലും അവിടെ കുറച്ച് അനുഭവം കിട്ടിയിട്ടുണ്ട്. മോശമായിട്ട് വന്ന ആൾക്കാർക്ക് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി തമ്പുരാട്ടി ഒന്ന് പറയാമോ? ആദ്യം ഒരു ചെറിയ കറക്ഷൻ. കൃഷ്ണസ്വാമി ഉപദേവനല്ല. കൃഷ്ണസ്വാമിക്ക് സ്വന്തമായിട്ട് അമ്പലമാണ്. ഒരു അമ്പല സമുച്ചയത്തിനകത്തൊരു പ്രത്യേക അമ്പലം, സ്വന്തം ശ്രീകോവില്, സ്വന്തം നാലമ്പലം, സ്വന്തം ബലിക്കല്ലുകള്, സ്വന്തം ഒരു മണ്ഡപമുണ്ട്, സ്വന്തം ധ്വജസ്തംഭം, വലിയ ബലിക്കല്ല്, ആചാരങ്ങൾ, ഉപചാരങ്ങൾ, ഉത്സവം എല്ലാം കൃഷ്ണസ്വാമിക്ക് സ്വന്തമായിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഐതിഹ്യമാണ് തിരുവമ്പാടി കൃഷ്ണന്റെ. പക്ഷെ അതവിടെ ഇരിക്കട്ടെ. കുഞ്ഞ് ചോദിച്ചത് നരസിംഹസ്വാമിയിലാണല്ലോ. നരസിംഹസ്വാമി ഉഗ്ര നരസിംഹമാണ്. ഉഗ്രം വീരം എന്നുള്ള ആ ഇത് തന്നെയാണ്. ഉഗ്രം വീരമാണ്, ജ്വലന്തം സർവതോമുഖം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഉഗ്ര നരസിംഹം തന്നെയാണ് നരസിംഹസ്വാമി. തെക്ക് ഭാഗത്ത് ആണ് ഉള്ളതുകൊണ്ട് പലരും തെക്കേടത്ത് എന്ന് പറയും. തെക്കേടത്ത് എന്ന് പറയുന്നത് നരസിംഹസ്വാമിയാണ്. തെക്ക് വശത്താണ്. അപ്പൊ തെക്കേടത്ത് എന്ന് പറഞ്ഞത് നരസിംഹസ്വാമിയാണ്. ഒരു ചെറിയ ഒറ്റ ഒരു ശ്രീകോവില് ആണ്. നരസിംഹസ്വാമി പ്രതിഷ്ഠ സമയത്ത് കറക്റ്റ് എപ്പോഴാണെന്ന് പറയാൻ വയ്യെങ്കിലും വായ്മൊഴി പ്രകാരമൊക്കെ കേൾക്കുന്നത് സുരേശ്വരാചാര്യരാണ് പ്രതിഷ്ഠിച്ചതെന്ന്. സുരേശ്വരാചാര്യര് ആദിശങ്കരാചാര്യരെ 4 പ്രഥമ ശിഷ്യന്മാരിൽ ഒന്നാണ് സുരേശ്വരാചാര്യൻ. അപ്പൊ അത് ശരിയാണെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിൽ 2 വലിയ പ്രതിഷ്ഠകൾ സന്യാസി അല്ലെങ്കിൽ സ്വാമിയാരന്മാർ നടത്തിയിട്ടുള്ളതാണ്. പത്മനാഭന്റെ വില്വമംഗലത്തെ സ്വാമിയാരും നരസിംഹസ്വാമിയുടെ സുരേശ്വരാചാര്യരും. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് പ്രതിഷ്ഠ സമയം ആയപ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള വായ്മൊഴികളും ഒക്കെ ആയിട്ടുള്ള അഗ്നി ആളിക്കത്തി. അപ്പൊ പ്രതിഷ്ഠയുടെ മുമ്പിലായിട്ട് തന്നെ അഗ്നി ആളിക്കത്തുകയാണ്. അടുക്കാൻ നിവർത്തിയില്ല. അത്ര അഗ്നിയുടെ ഒരു ഫെറോസിറ്റി വളരെ ശക്തമായിട്ടാണ്. പിന്നെ അവിടേക്ക് സൂത്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതിപ്പോഴും അവിടെ നരസിംഹസ്വാമിയുടെ അവിടെ നിന്നുകൊണ്ട്, അത് നേരെ മുമ്പിൽ കയറി നിന്നുകൊണ്ട് വേണമെന്നില്ല, സൈഡിൽ നിന്നുകൊണ്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, കിഴക്കോട്ട് നോക്കുകയാണെങ്കിൽ ആ വലിയ 2 വാതിൽ മാടമുണ്ട്. അതിൽ ഈ സൈഡിലുള്ള വാതിൽ മാടം
ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വലത്ത് വശം, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇടത്ത് വശം. അപ്പോൾ ആ ഭിത്തിയിൽ ഒരു ജനാല പോലെ സുഷിരങ്ങളുള്ള ഒരു റെക്റ്റാങ്കിൾ പോലൊരു സാധനം കാണും. സൂത്രങ്ങളാണ്. ഈ ആ സൂത്രങ്ങൾ ഉണ്ടാക്കി അഗ്നിയുടെ ശൗര്യം കുറച്ച് പിന്നെയാണ് പ്രതിഷ്ഠ നടത്തിയത്. ഏതായാലും നരസിംഹസ്വാമി വളരെ ഇങ്ങനെ ആളുകൾക്ക് വരം കൊടുക്കാനായിട്ട് വലിയ സന്തോഷമാണ്. വളരെ ഒരു വരദായകനാണ് സ്വാമി. പക്ഷെ അതേസമയം സ്വാമിയുടെ രൗദ്രഭാവം പലപ്പോഴും പ്രത്യക്ഷമായിട്ട് കാണിച്ചിട്ടുമുണ്ട്. നമ്മുടെ രേഖകളിൽ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ ബന്ധപ്പെട്ടുള്ള ചുരുണകൾ, അതാണ് രേഖകളാണ്. ആദ്യത്തെയൊക്കെ ഓലകളാണ്, എല്ലാം ഒരുപാട് ഓലകളാണ്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ റെക്കോർഡ് ശേഖരമുള്ള ഒരു ദേവാലയം ലോകത്തിൽ നമ്പർ 1 പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെയാണ്. 40 ലക്ഷം എന്നൊക്കെയാണ് പറയുന്നത് ചുരുണകൾ. രണ്ടാമത് വരുന്നത് വാറ്റിക്കൻ, റോമിലെ വത്തിക്കൻ ആണ് രണ്ടാമത് വരുന്നത്. അത്ര ഒരുപാട് ചുരുണകളും രേഖകളുമാണ്. അപ്പൊ ഇതില് ചിലതിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പലപ്പോഴും നരസിംഹസ്വാമിയുടെ അമ്പലം അടച്ചു കഴിഞ്ഞിട്ട് ആ തെക്ക് സൈഡിൽ സിംഹം അലറുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്, ചങ്ങലകളുടെ ശബ്ദം കേട്ടിട്ടുണ്ട്. പിന്നെ ആരും തന്നെ ഈ അലറുന്ന ശബ്ദമൊക്കെ വന്നിട്ട് ആരും ഒരു 10-10:30 അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തെക്ക് സൈഡിലേക്ക് പോവില്ല. ഇപ്പോഴും ഇപ്പോഴും നാലമ്പലത്തിനകത്ത് കാവൽക്കാരുണ്ട്. പക്ഷെ പണ്ടൊക്കെ ഒറ്റയാളായിട്ട് എത്രയോ കാലമായിട്ട് ഈ അതിരത്തെ അലറുന്ന ശബ്ദം കേട്ട് പിന്നെ എപ്പോഴും രണ്ടുപേരാണ്. അവര് ഈ തെക്കോട്ട് പോവുകയില്ല, വടക്ക് ഭാഗത്തിരിക്കുകയുള്ളൂ നാലമ്പലത്തിന്റെ രാവിലെ ആവുന്നവരെ. പക്ഷെ ഇത് ആരോ ഇതുപോലെ ആ വഴി പോയപ്പോഴ് എല്ലാവർക്കും ഒരുപോലെ വിശ്വാസം വേണമെന്നില്ലല്ലോ. പോയപ്പോ നരസിംഹസ്വാമി ആ ശ്രീകോവിലിന്റെ മുമ്പില് ഉഗ്രരൂപമായിട്ടുള്ള സിംഹരൂപം, നരസിംഹമായിട്ട്, സിംഹവും നരനും, പക്ഷെ അതിന് കൂടുതൽ സിംഹമാണല്ലേ മുഖമൊക്കെ കാണുമ്പോൾ, തിരുമുഖമൊക്കെ അങ്ങനെയുള്ളൂ. അങ്ങനെ നിൽക്കുന്ന കണ്ട് ഒരു പേടിച്ചോടിയെന്നും, പക്ഷെ വേറൊന്നും സംഭവിച്ചില്ല. അതങ്ങനെ. പിന്നെ പലപ്പോഴും ഈവൻ അടുത്ത കാലങ്ങളിൽ പോലും പലർക്കും കാവൽ വിഭാഗത്തിന് ഉള്ള പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വെളിയിൽ നിന്ന് വരുന്നവരാണല്ലോ, അമ്പലത്തിന്റെ പേറോളല്ല. അപ്പൊ ചിലരൊക്കെ നമ്മുടെ അമ്പലത്തിന്റെ മധുരങ്കാടിന് പലർക്കും അറിയാം പല അനുഭവങ്ങളും. അവര് മധുരങ്കാടൊന്നും അല്ലല്ലോ, വെളിയിൽ നിന്ന്. അങ്ങനെ ചിലർ എന്തൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അനുഭവങ്ങള്. അപ്പൊ ഞാൻ അവരൊക്കെ വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ ഇതെല്ലാം ഒന്ന് കുറിച്ച് തരാമോ, അല്ലെങ്കിൽ പറഞ്ഞു തരാമോ, ഞാനത് പുസ്തകമാക്കി നോക്കി. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അവർ കിട്ടുകഥയാവും. അപ്പൊ ഇപ്പൊ നിങ്ങൾ അനുഭവസ്ഥരാണല്ലോ. പക്ഷെ അങ്ങനെ ആരും മുമ്പോട്ട് അങ്ങനെ അവര് വന്ന് പറയുന്നില്ല. ഇങ്ങനെ പറഞ്ഞെങ്കിലും ഒരു ആധികാരമായിട്ട് പേര് പറഞ്ഞ പിന്നെ അങ്ങനെ അവര് പറയുന്നില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് പറഞ്ഞത് ഞാൻ പറയാണ്. പലപ്പോഴും രാത്രി സമയത്തുള്ള ഡ്യൂട്ടിക്ക് ശിവേരി പേരെ കൂടെ പലരും നടക്കും, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും, നിൽക്കും. രാത്രി സമയമല്ലേ. ചിലരൊക്കെ രാത്രിയിൽ ഡ്യൂട്ടിക്ക് വരുമ്പോൾ മദ്യപിച്ചുകൊണ്ട് വരും. ഈ മദ്യപിച്ചുകൊണ്ട് വരുമ്പോൾ പലർക്കും ഉള്ള അനുഭവം ഇതാണ്. അതായിരിക്കും അവർക്ക് ഇങ്ങനെ പറയാൻ ഇഷ്ടമില്ലാത്തത്, പേര് പറയാൻ ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ വേറൊരാളെന്ന് എന്നാലും പേര് പറഞ്ഞില്ലെങ്കിൽ അതിന് ആധികാരി ഭാവമില്ലല്ലോ. അതാണ്. അപ്പൊ ഇങ്ങനെ അവിടെ കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ആരോ തൂക്കിയെടുക്കുന്ന പോലെ തോന്നും. ആരും കാണാനില്ല, തൂക്കിയെടുത്ത് ഒറ്റയാറ് ശിവൻ പോയി തിരുമുറ്റത്ത് മുഴുവൻ മണ്ണാണല്ലോ, ആ മണ്ണിൽ പോയി പിടോന്ന് പോയി വീണ് കിടക്കും. നോക്കുമ്പോ ആരാ എടുത്തിട്ട് അറിയാൻ വയ്യ, ആരെയും കാണാനുമില്ല. ശിവേലി പേരെന്നതാ കിടക്കുന്നു തിരുമുറ്റത്ത്. അവരൊക്കെ എല്ലാവരെയും വിശ്വാസം നരസിംഹസ്വാമി തന്നെയാണ്. അങ്ങനെ മറ്റേ മണ്ഡപത്തിൽ, പേടിച്ച മണ്ഡപത്തില് തെക്ക് പടിഞ്ഞാറുള്ള ഓരോ മൂല മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ ഇതുപോലെ ആരൊക്കെ ഇരുന്നപ്പോൾ അവർക്കിങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്. തലേ കൊട്ടിന്നു, തട്ടി താഴോട്ടിട്ടു എന്നൊക്കെ.
ഇങ്ങനെ പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിൽക്കേണ്ട രീതിയിലല്ലാതെ അല്ലാതെ അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കേൾക്കുന്ന, അറ്റ്ലീസ്റ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ അവർ ആരും മദ്യപിച്ചുകൊണ്ട് വരൂല്ല. പലരും നോൺ വെജിറ്റേറിയൻ തന്നെ നിർത്തി എന്നൊക്കെയാ പറയുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മദ്യപിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് പേര് അതങ്ങ് നിർത്തി എന്നാണ് കേട്ടിട്ടുള്ളത്. പലപ്പോഴും നാടിനൊരു ആപത്ത് വരുമ്പോൾ സ്വാമിയുടെ അലർന്ന ശബ്ദം കേൾക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും അനുഭവങ്ങളുണ്ട്. ഇപ്പോഴും 3 ദിവസം മുമ്പ് പോലും ഒരാളെന്നൊക്കെ പറഞ്ഞു ഇതുപോലെ തന്നെ സ്വാമിയുടെ ആ ഒരു സ്വാമി തട്ടുന്ന പോലെയോ ആ ഒരു അനുഭവം ഉണ്ടായി എന്നൊക്കെ. അതൊക്കെ രാത്രിയിലാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് സ്വാമിക്ക് ഏറ്റവും ഇഷ്ടം പാനകമാണ്. പാനക നിവേദ്യമാണ് ഏറ്റവും ഇഷ്ടം. അവർ പിന്നെ പോയി പാനക നിവേദ്യം നടത്തിയെന്നോ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ഇനി വേറെ ചോദ്യം. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് രാജകുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ ആൺ തമ്പുരാനെന്നും തമ്പുരാട്ടി എന്നാണല്ലോ പറയുന്നത്. പക്ഷെ തിരുവിതാംകൂറിൽ അറിയുന്നവർക്കറിയാം, ഈവൻ തമ്പുരാട്ടിയെ പോലും ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ എന്ന് പോയി എന്തിരുന്ന തിരുമനസിനെയും തമ്പുരാട്ടിയെ ഇളയ തമ്പുരാൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പലർക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ഉള്ള ബന്ധം, തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ബന്ധം അറിയാം, എല്ലാവർക്കും അറിയാം. തിരുവിതാംകൂറിന് പുറത്താണെങ്കിലും അറിയാം. എന്നാൽ തിരുവിതാംകൂർ രാജകുടുംബവും ആറ്റിങ്ങലുമായിട്ടുള്ള ബന്ധം പലർക്കും അറിവ് കുറവാണ്. അറിയുന്നവരുണ്ട്. തിരുവാറാട്ടുകാവ് ദേവി ക്ഷേത്രവും കുടുംബമായിട്ടുള്ള ബന്ധം. കാര്യം ഈ തമ്പുരാൻ എന്നുള്ള വളരെ കോമൺ ആയിട്ട് ഞങ്ങളൊക്കെ വിളിക്കുന്നതാണ്. തമ്പുരാട്ടി എന്ന് വിളിക്കുന്ന വളരെ കുറവാണ്. വെളിയിലുള്ളവർ വിളിച്ചാലും നമുക്ക് കൂടുതൽ അറിയാന്നുള്ളവരൊക്കെ തമ്പുരാൻ എന്നേ പറയാറുള്ളൂ. അത് കൊച്ചിയിലും അതെ. മങ്കു തമ്പുരാൻ, രത്നം തമ്പുരാൻ, സുലോചന തമ്പുരാൻ, കൊച്ചി രാജവംശത്തിൽ അങ്ങനെയാണ്. തമ്പുരാട്ടി എന്ന് പറയുന്ന വൃന്ദ തമ്പുരാൻ കൂടുതലും അങ്ങനെ തന്നെയാണ്. പെണ്ണുങ്ങൾ ആശാലത തമ്പുരാൻ, എല്ലാം അങ്ങനെയാണ്. സോ ദാറ്റ് ഇസ് എ വെരി കോമൺ തിങ്. പിന്നെ ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ ഇപ്പം എന്റെ ജ്യേഷ്ഠത്തി അല്ല, ഒരു കുണിത്തമ്പുരാൻ, മറ്റേ റീജന മഹാറാണിയിലെ മൂത്ത മകളുടെ മൂത്ത മകള് ആണ് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ മൂല. അക്കെക്കാട്ടിലും പ്രായമുണ്ട്. ഇവിടെ സംഗ്രാമതിരി രവിവർമ്മയുടെ കാലത്താണ് ചെറക്കൽ കോവിലെത്തുന്ന 2 തമ്പുരാക്കന്മാരെയും 2 തമ്പുരാട്ടിമാരെയും ഇവിടെ കൊണ്ടിരുന്ന ദത്തായിട്ട് കൊണ്ടിരുന്ന സംഗ്രാമതിരി രവിവർമ്മ തിരുമനസിന്റെ അനന്തരവൻ സർവാംഗനാഥൻ ആദിത്യവർമ്മയാണ് അവരെ കൊണ്ടിരുന്നത്. രണ്ടുപേരും ഗംഭീരന്മാരായിരുന്നു. രണ്ടുപേരും വളരെ ഗംഭീരന്മാരാണ്. മരുമക്കത്തായ ആ സമയത്ത് തൊട്ടാണ് തുടങ്ങിയെന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട്. മരുമക്കത്തായ സമ്പ്രദായം സംഗ്രാമത്തിൻ്റെ കാലത്ത് തന്നെ, ലേറ്റ് 1300s. അതെ, അല്ല 1400s ആവും. ലേറ്റ് 1300s. ആ സമയത്തൊക്കെയാണ് സംഗ്രാമതീരൻ. എത്ര നൂറ്റാണ്ടുകൾ കടന്നുപോയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് ആറ്റിങ്ങലിൽ നിന്ന്, അല്ല മാടായിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, മാടായിലെ വിഗ്രഹം, ഉത്സവ വിഗ്രഹം കൊണ്ടുവന്നു. അതാണ് ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന തിരുവറാട്ടുകാവിലിരിക്കുന്ന വിഗ്രഹം, ദേവിയുടെ ഭദ്രൻ. പിന്നെ അവിടുന്നുള്ള വാരണക്കോടില്ലം, പിന്നെ മറ്റേ പണിക്കരുണ്ടല്ലോ, ഒരു പണിക്കര്, അവരൊക്കെ അവിടുത്തെ ആളുകളാണ്, അവരുടെ കുടുംബങ്ങളാണ്, ഹെറിഡിറ്ററി കുടുംബങ്ങളാണ്. അപ്പൊ വാരണക്കോട് നമ്പൂരിമാരാണ് പൂജ ചെയ്തുകൊണ്ടിരുന്നത്, വാരണക്കോട് ഇല്ലം. അപ്പൊ അവരാളുകൾ വന്നു. ഇങ്ങനെ പൊന്നറ പണിക്കരോ, പൊന്നറ പണിക്കര അവര് വന്നു. തന്ത്രിയായിട്ട് കാട്ടുമാടസ്. അന്ന് കാട്ടുമാടസിന് തെക്കൻ ഇപ്പോഴും അതെ അവര് തന്നെയാണ്. തെക്കൻ കേരളത്തില് അല്ലെങ്കിൽ തിരുവിതാംകൂറില് കാട്ടുമാടസിന് വേറെ ഒരു ക്ഷേത്രത്തിൽ അമ്പലം തന്ത്രമുള്ളതായിട്ട് അറിയില്ല. ഇവിടെ മാത്രമാണ്. അതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പൊ ഇവര് വന്നപ്പോ ഇവരെ ഇങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ കണ്ണൂരില് രാജേശ്വരൻ ക്ഷേത്രത്തില് ഉപദേവ സ്ഥാനത്തൊരു ദേവി, കണ്ണൂര്. അപ്പോ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയുള്ളത്, രാത്രി 8 മണി കഴിഞ്ഞാലേ പെണ്ണുങ്ങൾക്ക് അത് കയറാവും. കണ്ണൂരില്ല, തളിപ്പറമ്പ് അവിടെ. അപ്പൊ അങ്ങനെ കയറാവും. അത് ഭഗവാൻ രാജരാജേശ്വരനായിട്ട്
രാജ്യഭാരം നടത്തുന്നു, ആ സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് പാടില്ല. 8 മണി കഴിഞ്ഞാണ് ഇപ്പോഴും പെണ്ണുങ്ങൾ കയറുന്ന അപ്പോഴാണ്. കുറച്ചു നേരമേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് അനുവദിച്ചിരിക്കുക. ഒരിക്കൽ ഉപദേവത സ്ഥാനത്തുള്ള ദേവി അവിടുത്തെ വെളിച്ചപ്പാടിന്റെ ദേഹത്ത് കയറി. വെളിച്ചപ്പാട് തുള്ളി പറഞ്ഞു, എനിക്കൊരു പ്രത്യേക സ്ഥാനം വേണം, എനിക്കിവിടെ ഉപദേവതയായിട്ടിരുന്നിട്ട് ഒരു ഉത്സാഹമില്ല, അപ്പൊ എനിക്ക് പ്രത്യേക ക്ഷേത്രം വേണം. അപ്പൊ എവിടെ ക്ഷേത്രം കെട്ടണം എന്ന് ചോദിച്ചപ്പോൾ കേരളവർമ്മ എന്നിട്ട് പറഞ്ഞ അവിടുത്തെ രാജാവ് വന്ന് എവിടെ കെട്ടണം ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു തരാം, അവിടെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു വിറകെടുത്ത് കത്തിച്ചു. ആ കത്തുന്ന വിറകെടുത്ത് ഒറ്റയേറ് എത്ര നമ്മൾ എറിഞ്ഞാലും ഒരു കത്തുന്ന വിറക് എത്ര ദൂരം പോകും. പക്ഷെ ഇത് ഈ വെളിച്ചപ്പാട് തുള്ളുകയാണ്, ദേവിയുടെ ആവേശമാണ്. അപ്പൊ ഇതിങ്ങനെ എയറോപ്ലെയിൻ ജെറ്റ് പ്ലെയിൻ പോകുന്ന പോലെ ഈ വിറക് അങ്ങ് പോയി, ഈ കത്തുന്ന വിറക്. അപ്പൊ പുറമേ നിന്ന് രാജാവ് കുതിരപ്പുറത്ത് അദ്ദേഹവും തിരുമനസും ഭടന്മാരും ഒക്കെ കൂടെ പോയി. പക്ഷെ ഇത് ആകാശമാർക്കെ പോകുമ്പോൾ ഇവർക്ക് ഭൂമി കൂടെ പോകുമ്പോൾ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് ഒരുപാട് കാട്ടും പ്രദേശമുണ്ട്. അപ്പൊ എങ്ങനെ ഏതോ കുറച്ചപ്പോ എവിടെ പോയി എന്നറിയാൻ വയ്യ, കാണാതെ ഇവര് തപ്പിയൊക്കെ പോയപ്പോ കാട്ടിന്റെ നടുക്ക് ഒരു ഭാഗം ചാമ്പലായിട്ടിരിക്കുന്നു. അത് നോക്കിയപ്പോ അവിടെ ഒരു വിറകിന്റെ ആകൃതി തന്നെയാണ്, ഫുൾ വിറകായിട്ട്, പക്ഷെ മുഴുവൻ ചാമ്പലായിട്ടുണ്ട്. പക്ഷെ ആ വിറകിന്റെ ഇതായിട്ട്. അപ്പൊ അവിടെ അവര് അമ്പലം കെട്ടി, അതാണ് മാടായിക്കാവ്. അതാണ്. അപ്പൊ അതിനെ തിരുവിറക് കാട്ടിയ കാവ്. ആ തിരുവിറക് കാട്ടിയ കാവിന്റെ പേരാണ് അവിടുന്ന് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ആ പേര് തന്നെയാണ്. മാടായിൽ ആ പേര് ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ട്. തിരുവിറക് കാട്ടിയ കാവാണ് തിരുവറാട്ട് കാവായി. അങ്ങനെയാണ്. ആ, ഞാൻ കരുതിയത് ദേവി ആറാടുമല്ലോ, അങ്ങനെ വന്ന പേരാണ്. അല്ല, ആറാട്ടുകാവ് അതല്ല, തിരുവിറക് കാട്ടിയ കാവ്. വരാത്തനോട് ഒരു ആറ് പോകുന്നുണ്ട്. മറ്റേ മീനച്ചിലാറ് അല്ലേ? അല്ല, മീനച്ചൽ പൂഞ്ഞാറ്റ. മഹാനദിയോ? വാഹിനി തടനിവാസിനി കേസരി വാഹിനി അല്ല, അതന്നെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറന്നുപോയി പേര്. എനിക്ക് പേരറിയാമായിരുന്നു, പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ അതിപ്പോ മാറി, അങ്ങനെ അല്ല എന്നുള്ളത്. തിരുവിറക് കാട്ടിയ കാവ്. അതാ അങ്ങനെ. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഇതെല്ലാം കൊണ്ടുവന്നു. ഇവിടെ ആറ്റിങ്ങലിൽ ഒരു സ്വരൂപം ഉണ്ടാക്കി. അപ്പൊ തിരുമനസ് കൽപ്പിച്ചു, ഇവർക്കൊക്കെ രാജഭാരം അവകാശമുള്ളവരാണ് കണ്ണൂര്. കോലസ്വരൂപം. അതുകൊണ്ട് അവർക്കൊരു ചെറിയ ഒരു സ്വരൂപം തന്നെ ഉണ്ടാക്കി, ആറ്റിക്കൽ സ്വരൂപം എന്നൊരു സ്വരൂപം ഉണ്ടാക്കി. അവർക്ക് എല്ലാ റൈറ്റ്സും കൊടുത്തു, കരം പിരിക്കാനും. ഫോറിൻ ഇല്ല, കാര്യമായിട്ടില്ല. എന്നാലും പിന്നത്തെ കാലത്ത് അവരുമായിട്ടുള്ള ഡയലോഗ്സും ഡിസ്കസും ഒക്കെ അങ്ങനെ എല്ലാം പവേഴ്സും കൊടുത്ത് അവരെ അവിടെ സ്ഥാപിച്ചു. അവരുടെ പെണ്ണുങ്ങളുടെ കുട്ടികള് തിരുവിതാംകൂർ രാജാക്കന്മാരായിട്ട് വരും. അവിടെ ഇപ്പോഴും മകരം 9-ാം തീയതി ഫിക്സഡ് ഡേറ്റ്. അതെ, അത് അൺയൂഷ്വലാണ്. അവിടെ ഇതിന് പോകും, അരിയിട്ട് വാഴിക്കുക. അതിനെപ്പറ്റി ദേവിയെ അരിയിട്ട് തന്ത്രി വന്ന് അരി പൂജിച്ച് അതിനെ മന്ത്രതന്ത്രാദികളിൽ ഉത്തേജിപ്പിച്ച് ശംഖില് ആ മുറത്തിൽ അരി കൊണ്ടുപോകും. മുറത്തിൽ അരി കൊണ്ടുവന്ന് തന്ത്രി തന്നെ ഈ അരി ഇങ്ങനെ ഒഴിച്ചു, ഇങ്ങനെ അരി ഇങ്ങനെ മുറത്തിൽ ഇങ്ങനെ ഇടുമ്പോൾ ഈ ശംഖിൽ വന്ന് വിടുക. അതിങ്ങനെ ദേവിക്ക് അഭിഷേകമായിട്ട് അരി കൊണ്ട് വാഴിക്കുക, അരിയിട്ട് വാഴിക്കുക. അതൊരു രാജകീയ ചടങ്ങായിട്ടാണ് കരുതിയിട്ടുള്ളത്. അതിപ്പോഴും നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. തമ്പുരാട്ടിയെ പ്രതീക്ഷിച്ചു, പക്ഷെ തമ്പുരാട്ടിക്ക് പനിയായിരുന്നു കഴിഞ്ഞത്. പക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനും അരിയിട്ട് വാഴിച്ചയ്ക്കും മാത്രമല്ലേ മഹാരാജാവ് തിരുമനസ് വാള്? അല്ല, അതെ, വേറെ പോറില്ലല്ലോ. അതെ, ശരിയാ. അതെ, ശരിയാണ്. അതെ, മുടക്കാറില്ലല്ലോ ആ ചടങ്ങ്. എല്ലാം അരിയിട്ട് വാഴിച്ച വല്യമ്പരാൻ മുടക്കുകയാണെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് ആനയെ സമർപ്പിക്കണം. അങ്ങനെ എന്റെ ഓർമ്മയിൽ തന്നെ ആനയെ സമർപ്പിച്ചിട്ടുണ്ട്. അതാണോ കാളിദാസൻ? കാളിദാസനല്ല, അല്ലെന്നാണ് എന്റെ വിശ്വാസം. പിന്നത്തെ അതെനിക്ക് നിശ്ചയമില്ല. ഇപ്പൊ ചോദിച്ചപ്പോ എനിക്ക് നിശ്ചയമില്ല. പക്ഷെ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ മുടങ്ങിയിട്ടുണ്ട്, 2 പ്രാവശ്യം. അപ്പം പിന്നെ ആനയെ കൊണ്ട് വയ്പ്പിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് സ്വർണത്തിൽ ചെറിയ ആനയെ ഉണ്ടാക്കി നടക്കി വെക്കുകയായിരുന്നു. തമ്പുരാട്ടി ഈ മകരം 9-നല്ലാതെ ദർശനം നടത്താറുണ്ടോ? ഉണ്ട്, വരും. പക്ഷെ അത് അറിയിക്കാതെ ഔപചാരികമല്ലാതെ പെട്ടെന്ന് പോയി തൊഴുതിട്ട് അങ്ങ് പോകും.
ഇവിടെ ഈ സമയത്താണ് ഔപചാരികമായിട്ടൊക്കെ വരുന്നത്, മറ്റേ അതില്ല. അത് കുറെ നാള് വിചാരിച്ചത് അവിടെ വരണം, അത് ചടങ്ങ് കാണണമെന്ന്. അങ്ങനെ കഴിഞ്ഞ തവണയാണ് നമ്മളുടെ ഈ ചാനലിന്റെ ഭാഗമായിട്ട് പോയി എടുത്തത്. ഇനി വേറൊരു കാര്യം, ഇപ്പൊ നമ്മൾ പൊതുവെ എപ്പം നോക്കിയാലും ഒരു ഇന്റർവ്യൂ ആവട്ടെ അല്ലെങ്കിൽ പബ്ലിക്കിൽ എന്ത് പറയാനുമ്പോഴും തമ്പുരാട്ടി എപ്പോഴും പറയുന്നത് അമ്മമാരെ കുറിച്ചിട്ടാണ്. അത് പറയുമ്പോ സന്തോഷമുണ്ട്, എവിടെയൊക്കെ ഒരു വിഷമവും അറിയും. അപ്പോൾ നമുക്കതറിയാം, തമ്പുരാന്റെ ദർശനവും സമയമൊക്കെ അറിയാം. എല്ലാവരും ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താവട്ടെ ആൾക്കാർ വരുമ്പോൾ മെയിനായിട്ട് വരുന്നത് പർപ്പസ് എന്ന് പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനമാണ്. അപ്പൊ അവര് ചോദിക്കും എപ്പോഴാ നല്ല സമയം കയറി തൊഴുവാൻ പറ്റുന്നത്. ഞാൻ പറയും സമയമെല്ലാം നല്ലതാ, ബുദ്ധിമുട്ട് ആർക്കും ഇപ്പൊ സമയമില്ല ക്യൂ നിൽക്കാൻ, ബിസി അല്ലേ എല്ലാവരും. അപ്പോ ഈ 3:30 മുതൽ 4:45, 6:30 മുതൽ 7 വരെ, 8:30 മുതൽ 10 വരെ, അങ്ങനെയുള്ള സമയം അവർ ചോദിക്കുന്നത് മറ്റെങ്ങും ഇല്ല. അതെന്താ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസിംഗ് ടൈം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? അതിനെപ്പറ്റി എന്താ? വേറെ ടൈം ക്ലോസ് ചെയ്യുന്നില്ലല്ലോ. ഈ ഒരു 7 തൊട്ട് 8:30 വരെയുള്ള ആ സമയത്താണ് ഞങ്ങളും പോകുന്നത്. ഞങ്ങളൊക്കെ പോകുന്ന ആ സമയത്താണ്. പക്ഷെ ചിലർ വിചാരിക്കുന്നത് ഞങ്ങൾ പോകുന്നതുകൊണ്ട് അടയ്ക്കുകയാണ്. അല്ല, ഞങ്ങൾ പോയില്ലെങ്കിലും അടച്ചിരിക്കും. അതെന്താ വെച്ചാൽ അവിടെ ചില വലിയ നിവേദ്യങ്ങളുടെ സമയമാണ്, പ്രത്യേക ഒരു പൂജയാണ്. അപ്പൊ അതെല്ലാം ആ സമയത്താണ്. അപ്പൊ ആ സമയത്ത് ഈ നിവേദ്യമൊക്കെ ഒറ്റക്കൽ മണ്ഡപത്തിൽ കൊണ്ട് വെച്ച് അവിടെ നിവേദിക്കുകയാണ്. ആ സമയത്ത് പബ്ലിക്കിനെ വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിർത്തുക, ശുദ്ധി ചെയ്യുക, അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഈ ചടങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ അടയ്ക്കുന്നത്. ബാക്കിയുള്ള സമയത്തൊന്നും അങ്ങനെ അടയ്ക്കാറില്ല. അല്ല, ഉച്ചയ്ക്ക് അടയ്ക്കും, എല്ലാ അമ്പലവും അടയ്ക്കും. അപ്പൊ ഈ 3:30 മുതൽ 4:45 കഴിഞ്ഞാൽ അടയ്ക്കില്ല? 4:45 അല്ല, ഇടയ്ക്ക് ഒന്നും അടയ്ക്കുന്നു തോന്നുന്നു. അത് ഇതുപോലെ റിച്വൽ റിലേറ്റഡ് ആണ് എല്ലാം. തമ്പുരാട്ടി എങ്ങനെ സ്ഥിരം ക്ഷേത്ര ദർശനം നടത്താറുണ്ടോ? ഒരാഴ്ചയിൽ 3 പ്രാവശ്യം ഒക്കെ. അപ്പോ ഈ തിരുമനസിനെ കുറിച്ച് അറിയാം, തമ്പുരാട്ടിയുടെ ഒരു ദിവസം എങ്ങനെയാണ്? അയ്യോ എന്റെ കുട്ടി, അത് ഓരോ പ്രാവശ്യം ഓരോ മാതിരിയാ. അപ്പൊ അതിനൊരു ഫിക്സ്ഡ് പാറ്റേൺ ഒന്നും ഇല്ല. രാവിലെ എണീച്ച് കുളിച്ച് ചെടിച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഫങ്ഷൻസ് കാണും, ചിലപ്പോൾ ആളുകൾ വരും, ചിലപ്പോൾ ഇതുപോലെ ഇന്റർവ്യൂസ് കാണും. ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലും എഴുതാൻ നോക്കും. ഇനി പുസ്തകം എഴുതുന്നുണ്ട്? പുസ്തകം എഴുതുന്നുണ്ടോന്ന് വെച്ചാൽ ഒരു ബുക്ക് എഴുതണം എന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. സ്വസ്ഥമായിട്ടിരുന്ന് എഴുതാനായിട്ടുള്ള ഒന്ന്. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് അതിപ്പോഴാണ് ജൂൺ കഴിഞ്ഞിട്ട്, ജൂണായിട്ട് കുറച്ച് അസ്വാസ്ഥ്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് അത് കഴിഞ്ഞ. അപ്പൊ എനിവേ, അപ്പൊ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒരുപാട്. പക്ഷെ അതിപ്പോഴാണല്ലോ. പക്ഷെ ശരിക്കും ഈ പത്മശ്രീ കിട്ടിയത് പിന്നെ ഞാൻ എഴുതിയിട്ടില്ല. അത് വലിയ കഷ്ടമായി. എഴുതണം എന്ന് ആഗ്രഹമുണ്ട്, ഐഡിയ ഉണ്ട്, എന്തെഴുതണം എന്നുള്ള ഐഡിയ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് മുമ്പോട്ട് ഓടുന്നില്ല. ഭഗവാൻ നിശ്ചയിച്ചാൽ എഴുതുന്നില്ലെങ്കിൽ ഇല്ല. നമ്മൾ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോ മോശം വിചാരിക്കരുത്, ഈ ഓരോ പഴയ സങ്കല്പം അനുസരിച്ച് യക്ഷി അങ്ങനെയൊക്കെ ഉള്ള സങ്കല്പം ഉണ്ടല്ലോ. ഇപ്പൊ വന്നപ്പോ ഈ ജനറേഷനിൽ വന്നപ്പോ ഓരോരുത്തർ പറയുന്നു, ഈവൻ വിശ്വാസം പോലും അന്ധവിശ്വാസമാണെന്ന് പറയുന്നു, ദൈവങ്ങളെ പോലും. അപ്പൊ യക്ഷി സങ്കല്പം അതൊക്കെ ചുമ്മാതാ, ലൈറ്റ് വന്നതുകൂടി അത് പോയി, അങ്ങനെയാണ് പറയുന്നത്. അതെങ്ങനെ പോയി? ലൈറ്റ് വന്നോടി? ഇലക്ട്രിസിറ്റി കേരളത്തിൽ വന്നപ്പോ യക്ഷി പോയി പിന്നെ എന്നാണ് പറയുന്നത്. എന്നാൽ വീണ്ടും ഇപ്പൊ പുതിയ സിനിമകൾ വരുന്നുണ്ട്. സിനിമകൾ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, അത് വരുമ്പോ അതിനെ പറ്റിയാണ് പ്രതിപാദിച്ച സിനിമ വരുന്നുണ്ടെങ്കിൽ പക്ഷെ അത് നല്ല രീതിക്ക് സക്സസ് ആകുന്നുണ്ട്. ഇപ്പൊ വീണ്ടും കുറച്ച് പേര് അത് വിശ്വസിച്ച് കിടക്കുന്നുണ്ട്. തമ്പുരാട്ടിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പൊ വിശ്വാസം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട്, പക്ഷെ നൂറ്റാണ്ടുകളുള്ള ചില വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ ഭഗവാനെ പറ്റിയുള്ള വിശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ അരൂപിയായിരിക്കുന്ന അല്ലെങ്കിൽ നിർഗുണമായിരിക്കുന്ന ഒരു പരബ്രഹ്മത്തിനെ നമ്മൾ സഗുണത്തിലേക്ക് കൊണ്ടുവന്ന വിഗ്രഹമായിട്ടോ ഏതെങ്കിലും ഒരു സഗുണ രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ അത് വേറൊന്ന. അല്ലാത്ത ശക്തികൾ, അത് ദൈവികമായിട്ടുള്ള അല്ലാത്ത പലതിനെ പറ്റിയും നമ്മുടെ സനാതന ധർമ്മത്തിൽ തന്നെ പറയുന്നുണ്ട്. യക്ഷന്മാര് പാട്ട് പാടിക്കൊണ്ട് നടക്കും, വലിയ കുഴപ്പമില്ല. യക്ഷിയായിട്ട് വരുമ്പോഴാണ് പ്രശ്നമാവുന്നത്. യക്ഷന്മാരുണ്ട്, കിങ്കരന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്ട്രാ ടെറസ്ട്രിയൽസ്, ഫുൾ സെലസ്റ്റിയൽസ് അല്ല, ദേവന്മാരല്ല. പക്ഷെ ഈ യക്ഷിയൊക്കെ പലപ്പോഴും വളരെ ഭീകരമായിട്ടുള്ള
ഒരു ഇതിലേക്ക് ആണ് കാണുന്നത്. സ്വദേവ യക്ഷിയെ നല്ല സന്തോഷമായിട്ടുള്ള യക്ഷിയെ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ക്ഷേത്രത്തിൽ തന്നെ ഇപ്പൊ ഉണ്ട്. ദേവിക്ക് സംരക്ഷകയായിട്ടായാലും അല്ലെങ്കിൽ യക്ഷി അമ്മ എന്നുള്ളൊരു സ്ഥാനമായാലും കൊടുത്ത് ആരാധിക്കാറുണ്ടല്ലോ ധാരാളം. പക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ആരാധനയില്ല. അവിടെ മറ്റേ മുച്ചിലോട്ടമ്മ എന്ന് പറഞ്ഞൊരു യക്ഷി ഉണ്ട്, പൊട്ട് തൊട്ടുകൊണ്ടിരിക്കുന്ന. അത് പടമാണ്, മ്യൂറൽ പടമാണ്. പക്ഷെ ആ യക്ഷി ബി കളറൊക്കെ അകത്ത് വളരെ ഫെറോഷ്യസ് ആയിരുന്നു ആ യക്ഷി എന്നാണ് കേട്ടിട്ടുള്ളത്, വളരെ ഫെറോഷ്യസ്. പക്ഷെ ആ നരസിംഹസ്വാമിയുടെ ആ ഒരു ദൃഷ്ടി വന്നിട്ട്, നരസിംഹ അതിനെക്കാളും ഫെറോഷ്യസാണ് ദൃഷ്ടി വന്നിട്ട് ആ ഇതെ പിടിച്ച് ബി കല്ലറയിൽ ഉണ്ടെന്നും അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നരസിംഹസ്വാമിയുടെ ദൃഷ്ടിയുമുണ്ട്, ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യക്ഷി എന്നൊക്കെ വിശ്വാസമാണ്. അല്ലാതെ യക്ഷി പ്രതിഷ്ഠയോ അല്ലെങ്കിൽ യക്ഷി ആരാധനയോ അവിടെ ഇല്ല. യക്ഷിയില്ല, മാടനില്ല, പിന്നെ മറുത ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ടല്ലോ പല സ്ഥലത്തും. അതൊന്നുമില്ല. തമ്പുരാട്ടിക്ക് വിശ്വാസമുണ്ട്? വിശ്വാസം ഇല്ലെന്ന് പറയാൻ ഒക്കില്ല, ഉണ്ട്. എന്റെ പേഴ്സണലി എനിക്കുണ്ട്. എനിക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.